രാത്രിയായപ്പോൾ കുഞ്ഞിക്ക് ബർഗർ കഴിക്കാനൊരു ഭയങ്കര ആഗ്രഹം. എങ്കിൽ പിന്നെ നമുക്കൊരു തട്ടിക്കൂട്ട് ബർഗർ അങ്ങ് ഉണ്ടാക്കിയേക്കാം. എല്ലാ സാധനങ്ങളൊന്നും ഇല്ല, എങ്കിലും ഉള്ളതൊക്കെ വെച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരു ബർഗർ ഉണ്ടാക്കാം. ബർഗർ ഉണ്ടാക്കാൻ ബർഗർ ബണ്ണൊക്കെയാണ് വേണ്ടത്. പക്ഷെ നമുക്കിപ്പം തൽക്കാലം സാധാ ബണ്ണേ ഉള്ളൂ. ഇതൊക്കെ വെച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ബണ്ണുണ്ട്, പിന്നെ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളുണ്ട്. അതെല്ലാം കൂടി ഒന്ന് നമുക്ക് കഴുകി അരിഞ്ഞെടുക്കാം. ഇപ്പം നമുക്ക് ബർഗറിനുള്ള മയോണൈസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മയോണൈസ് ഉണ്ടാക്കിയെടുത്തേ ആ ജാറിനകത്തോട്ടൊരു കുറച്ച് ബീഫ് ഫ്രൈ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ഇട്ട് ഈ ജാറിലോട്ടിട്ടൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ബീഫിനെ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് ഒരു ചെറിയ സവോള പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിഞ്ഞ് വെച്ച സവോളയും പച്ചമുളകിനകത്തോട്ട് നമുക്ക് പിന്നെ കിഴങ്ങിനകത്ത് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്. ബീഫ് നമ്മൾ ഉപ്പിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതായതുകൊണ്ട് ഇനി വേറെ ഉപ്പ് ചേർക്കേണ്ടി വരുമല്ല. ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന പോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ മിക്സിനെ നമുക്കൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പം നമ്മുടെ ബർഗറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് നമുക്ക് ബണ്ണെടുത്തിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തു. നമുക്കിതിലേക്ക് ആദ്യം മയോണൈസ് തേച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കട്ട്ലറ്റ് വെച്ച് കൊടുക്കാം. ഞാൻ പച്ചക്കറി അരിഞ്ഞും കൂടെ വെച്ച് കൊടുക്കാം. ക്യാരറ്റും ഇനി ഈ പീസിലേക്ക് നമുക്ക് സോസും കൂടെ തേച്ച് കൊടുക്കാം. നമുക്കത് നന്നായിട്ട് അങ്ങ് അടച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം കൈ വെച്ച്. ഇത് ചൂടായിരിക്കുന്ന പാനിലോട്ട് വെച്ച് കൊടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമ്മുടെ ബർഗർ ഒന്ന് തുറന്ന് നോക്കാതെ. അങ്ങനെ നമ്മുടെ ബർഗറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി, എളുപ്പമായിരുന്നു. ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ തട്ടിക്കൂട്ടിയതാണെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കുഞ്ഞിയെ ഏൽപ്പിക്കാം. കഴിച്ചു നോക്കാം അല്ലേ? അപ്പോൾ ശരി, അടുത്ത വീഡിയോ വീണ്ടും കാണാം.